ഇഷ്ടം മാത്രം ഭാഗം 5. മുറിയിലുള്ള ഡിം ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ പല്ലവി കട്ടിലിൽ വന്നിരുന്നു. അടുക്കളയിലെ ജോലികൾ കഴിയുമ്പോഴേക്കും സമയം എന്നും വൈകും. അവൾ മുറിയിലെത്തുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ മഹി പാതി മയക്കത്തിലായിരിക്കും. അന്നും അവൾ വന്നപ്പോഴേക്കും മഹി ഉറക്കമായിരുന്നു. രാവിലെ നടന്ന സംഭവങ്ങൾ മാധവി വള്ളിപുള്ളി തെറ്റാതെ മഹിയെ അറിയിച്ചിരുന്നു. അതിനെക്കുറിച്ച് പല്ലവിയോട് ഒന്നും ചോദിച്ചില്ല. അതിനെക്കുറിച്ച് മിണ്ടിയതുപോലുമില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ശാന്തനായി ഉറങ്ങുന്ന മഹിയെ അല്പനേരം പല്ലവി നോക്കിയിരുന്നു. അല്പം മുമ്പ് വരെ തൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നവൾ ചിന്തിച്ചു. അച്ഛൻ വന്നില്ലായിരുന്നുവെങ്കിൽ, ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു തൻ്റെ അവസ്ഥ എന്നവൾ ആ നിമിഷം ചിന്തിച്ചു. അച്ഛൻ കൂടി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നേനെ അവൾ ഓർത്തു. സ്വന്തം മാതാപിതാക്കൾ പോലും തന്നെ മനസ്സിലാക്കിയില്ല. ആ സ്ഥാനത്ത് മഹിയേട്ടൻ്റെ അച്ഛൻ തന്നെ പിന്തുണച്ചതിൽ അവൾക്ക് വീട്ടുകാരോട് ഉള്ളിലൊരു നീരസം തോന്നി. ഓരോ ഓർമ്മകൾ വന്ന് അലയടിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്നാൽ ഒഴുകി വരുന്ന കണ്ണീരിനെ അവൾ വാശിയോടെ ഒരിക്കലും കരയരുത്. ആ വാക്കുകൾ അവൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അവൾ സ്വയം ഒരു തീരുമാനമെടുത്തുകൊണ്ട് മഹിക്ക് എതിർവശമായി കിടന്നു. ഉറക്കം വരാതെ കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ കൃഷ്ണൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തി. ഇനിയൊരിക്കലും മോൾക്ക് കരയേണ്ടി വരില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് അച്ഛനറിയാം. എന്തായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ? ഇനി എന്തെല്ലാമായിരിക്കും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഓരോന്നും ചിന്തിച്ച് ഉറക്കം വന്നതേയില്ല. കണ്ണുകൾ ഇറുക്കി അടച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. ചിന്തിച്ച് കിടന്ന് മനസ്സിലെവിടെയോ ഉദിച്ച നേരിയ പ്രതീക്ഷയുമായി അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ എന്നത്തെയും പോലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. പതിയെ അടുക്കളയിലേക്കെത്തി. വഴക്ക് നടന്നത് കാരണം ഇനി കുറച്ചു ദിവസത്തേക്ക് മാധവി അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല എന്നവൾക്കുറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെല്ലാം റെഡിയാക്കി. പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ വേഗം റെഡിയാക്കി എടുക്കാം. എന്തായി ഏട്ടത്തി, ഞാൻ സഹായിക്കണോ? പുഞ്ചിരിയോടെ ഗീതു ചോദിച്ചുകൊണ്ട് പല്ലവിക്കരികിലേക്ക് വന്നു. അയ്യോ വേണ്ട, എല്ലാം റെഡിയാണ്. നിനക്കെടുക്കട്ടെ? അവൾ ചോദിച്ചു. നല്ല വിശപ്പേട്ടത്തി, ഞാൻ എടുത്തു കഴിച്ചോളാം, അവൾ പാത്രം എടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ആ പിന്നെ ഏട്ടത്തി, അച്ഛൻ വിളിക്കണുണ്ട്, അത് പറയാനാ ഞാൻ വന്നത്. എല്ലാവരോടും ഹാളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്, വാ ഞാനും വരാം. ഒരു കയ്യിൽ ചായയും മറ്റേ കയ്യിൽ പുട്ടും എടുത്തുകൊണ്ട് ഗീതു പല്ലവിയോട് പറഞ്ഞു. എന്തോ കാര്യമായി പറയാനുണ്ടെന്നാ തോന്നുന്നത്. ഗീതു പല്ലവിയെ നോക്കി. എന്തിനാകും അച്ഛൻ ചെല്ലാൻ പറഞ്ഞത്? പല്ലവി ആലോചിച്ചു. കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അവൾ ഗീതുവിന് പുറകിലായി നടന്നു. ഹാളിലെത്തിയപ്പോൾ മാധവിയും മഹിയും എല്ലാം എത്തിയിട്ടുണ്ട്. പല്ലവിയുടെ നെഞ്ചിടിപ്പിൻ്റെ താളം ഉച്ചത്തിലായി. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാനാണ് എല്ലാവരെയും വിളിപ്പിച്ചത്, കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി. എന്താണച്ചാ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം? മഹേഷ് ആകാംക്ഷയോടെ തിരക്കി. പല്ലവിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ അവളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവൾ BCom കഴിഞ്ഞ് നിൽക്കുമല്ലേ. ഒരു 6 മാസത്തെയോ 1 വർഷത്തെയോ നല്ലൊരു അക്കൗണ്ടിങ് സർട്ടിഫിക്കറ്റ് കൂടിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് എൻ്റെ തീരുമാനമാണ്. മഹി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അവന് താൻ പറഞ്ഞത് തീരെ ഇഷ്ടമായിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അതെങ്ങനെ ശരിയാകും? രാവിലെ കെട്ടിയൊരുങ്ങിപ്പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ശരിയാകും? മാധവി കലി തുള്ളി. നീ മിണ്ടാതിരിക്ക്. നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അവളെ കഷ്ടപ്പെടുത്താൻ ഇനി പറ്റില്ല, അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്താടാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? മാധവി മഹിയുടെ നേരെ തിരിഞ്ഞു. എന്ത് പറയണമെന്നറിയാതെ മഹി ഇരുന്നു. അച്ഛനെ ധിക്കരിച്ചു പറയാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ ദേഷ്യത്തോടെ പല്ലവിയെ നോക്കി. അവൾ ഭയന്നുപോയി. അച്ഛാ, മഹിയേട്ടൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുന്നില്ല, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ ഇഷ്ടമല്ല പ്രധാനം, നിന്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത്. നിനക്കിഷ്ടമല്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞോ, കൃഷ്ണൻ പല്ലവിയെ നോക്കി. അവളൊന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. ഇനി ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതായിരുന്നു അവളുടെ ആധി. അതുകൊണ്ട് തന്നെയാണ് അവൾ മിണ്ടാതെ നിന്നതും. അതുകൂടി കണ്ടപ്പോൾ മഹിയുടെ ദേഷ്യം ഇരട്ടിയായി. ഞാൻ വിനയൻ്റെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. നാളെ തന്നെ പല്ലവിയെയും കൂട്ടി വരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കലക്കി അച്ഛാ. ഏട്ടത്തിക്ക് അത് നല്ലൊരു റിലീഫായിരിക്കും. ഗീതു അച്ഛൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി.
അവൾ പല്ലവിയെ നോക്കി. അവളുടെ മുഖത്ത് ഭയമെന്ന വികാരം മാത്രമാണ് ഗീതു കണ്ടത്. ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മാധവി ദേഷ്യത്തിൽ പറഞ്ഞു. താൻ പറഞ്ഞത് അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അത്താഴം കഴിക്കാൻ എല്ലാവരും ടേബിളിൽ ഒത്തുകൂടി. മഹിയുടെ മുഖത്തിന് ഒരു തെളിച്ചവുമില്ല. അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അതിന് എതിര് പറയാനും അവന് കഴിയാറില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ മഹി എതിർക്കാതിരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല. പല്ലവിയുടെ മനസ്സ് അലയടിച്ചുയരുന്ന തിരമാലകൾ പോലെ പ്രക്ഷുബ്ധമായിരുന്നു. അവൾ മഹിയെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തെ ഭാവം കാണുമ്പോൾ അവൾക്ക് ഭയമാണ് തോന്നുന്നത്. പെട്ടെന്ന് മഹിയുടെ ഫോൺ ബെല്ലടിച്ചു. "ആ, ഞാൻ എത്താം, വൈകില്ല," അവൻ ഫോണിലൂടെ പറയുന്നത് വ്യക്തമായി തന്നെ പല്ലവി കേട്ടു. അവൻ ഭക്ഷണം പാതി കഴിച്ചെഴുന്നേറ്റു. "നീ എന്താ മുഴുവൻ കഴിക്കാതെ പോകുന്നത്? ആരാണ് ഫോണിൽ? നിനക്കിത് മുഴുവൻ കഴിച്ചുകൂടെ?" മാധവി ചോദിച്ചു. "ഓ, എനിക്ക് മതി. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണ്," അവൻ പറഞ്ഞുകൊണ്ട് പല്ലവിയെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ തീഷ്ണത സഹിക്കാൻ വയ്യാതെ അവൾ തല താഴ്ത്തി. ഇനി മദ്യപിച്ച് അവൻ തിരികെ വരൂ എന്ന് പല്ലവിക്കറിയാം. ഇന്ന് എല്ലാ ദേഷ്യവും തന്നോടാവും തീർക്കുക. അവൾ നെടുവീർപ്പിട്ടു. അടുക്കളയിലെ ജോലികൾ പതിവ് പോലെ തീർത്തുകൊണ്ട് പല്ലവി കുളിക്കാനായി പോയി. കുളിച്ച് ഫ്രഷായി വന്ന് അവൾ കിടന്നു. പല്ലവി അവളുടെ ചെവിക്കരികിൽ ആരോ മൂളുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. അച്ഛനോട് പറഞ്ഞ് സമ്മതവും വാങ്ങി നല്ല കുട്ടിയായി കിടക്കുകയാണല്ലേ, അവൻ അവളുടെ ചെവിയിൽ മുരണ്ടു. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് വേഗം മാറിക്കിടന്നു. മഹി വശ്യമായ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ബെഡ്ലാമ്പിൻ്റെ ചെറിയ വെളിച്ചത്തിൽ അവളുടെ പേടിച്ചരണ്ട മുഖം അവൻ കണ്ടു. അവനിൽ അതൊരു ലഹരി പടർത്തി. അവൻ അവളുടെ കണ്ണുകളിൽ ചുണ്ടുകൾ ചേർത്തു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിൽ വന്ന് പതിച്ചതും അവളുടെ മുഖം ചുളിഞ്ഞു. അത് ശ്രദ്ധിക്കാതെ കണ്ണിൽ നിന്നും കവിളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ പാഞ്ഞെത്തി. അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനെന്ന വണ്ണം അവൾ പിടഞ്ഞു. അവൻ രോഷത്താൽ അവളെ അടക്കി പിടിച്ചു. രാവിലെ അച്ഛൻ തന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാത്തതുകൊണ്ടുള്ള കലിയാണ് അവൻ തീർക്കുന്നത് എന്നവൾക്ക് തോന്നി. "നിനക്ക് പഠിച്ച് ജോലിക്ക് പോകണമല്ലേ?" അത് പറഞ്ഞതും അവൻ അവളുടെ അധരങ്ങളെ നുണഞ്ഞു. അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. അവൾ വെറുപ്പോടെ മുഖം വെട്ടിച്ചു. ആ നിമിഷം അവൻ അവളുടെ കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് അവളുടെ ചുണ്ടിൽ കൈവിരൽ കൊണ്ട് ഒന്ന് ഞെരടി. പല്ലവി വേദനയിൽ പുളഞ്ഞുപോയി. അവൾ കുതറി മാറാൻ ശ്രമിക്കും തോറും അവൻ്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു. അവൻ്റെ ആ ഭാവം അവളിൽ ഭീതി പടർത്തി. പക്ഷേ അവൻ ഒന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ പിറുപിറുത്തു. ഓരോന്ന് പിറുപിറുക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈ കഴുത്തിൽ നിന്നും പതിയെ ഊർന്നു വന്ന് അവളുടെ മാറിലമർന്നു. പല്ലവി വീണ്ടും കുതറി മാറാൻ ശ്രമിച്ചു. പല്ലവിക്ക് ആ നിമിഷം തൻ്റെ ഭർത്താവിനോട് ദേഷ്യം ഇരട്ടിയായി. അവൻ്റെ കൈ വന്ന് നിന്നത് വയറിലെ പൊക്കിൾ ചുഴിയിലായിരുന്നു. "മഹിയേട്ടാ, ഭ്രാന്ത് കാണിക്കാതെ എന്നെ വിടൂ," അവൾ അവനോട് കേണപേക്ഷിച്ചു. "ഭ്രാന്തോ? എനിക്ക് നിന്നോട് ഇഷ്ടമാണ് പല്ലവി." അവൻ്റെ ഭാവങ്ങളെല്ലാം അവൾക്ക് പുതിയതായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ദേഹത്തിലേക്ക് അമർന്നു. അവളുടെ മുഖത്തും കഴുത്തിലും അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു. അവൻ അവളിലെ വാശി അവസാനിപ്പിക്കുമ്പോൾ പക്ഷേ പല്ലവിയുടെ പാതിജീവൻ പോയ അവസ്ഥയായിരുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് പല്ലവി ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു. എന്തു തന്നെ വന്നാലും അച്ഛൻ പറഞ്ഞ കാര്യത്തിനൊപ്പം നിൽക്കും. പഠിക്കണം, ഒരു ജോലി സമ്പാദിക്കണം. അവളുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ചാലിട്ടൊഴുകി. എത്ര പരിശ്രമിച്ചിട്ടും കണ്ണുനീർ നിയന്ത്രിക്കാൻ അവൾക്കായില്ല. അന്നത്തെ പുലരി ദേഹത്തിന് ഒരുപാട് വേദനകൾ സമ്മാനിച്ചുവെങ്കിലും തലേന്ന് കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് ആ പുലരിയിലേക്ക് പുഞ്ചിരിയോടെ നോക്കാൻ കരുത്തേകി. അവൾ വേഗം എഴുന്നേറ്റു. എഴുന്നേൽക്കുമ്പോൾ തന്നെ ശരീരം നുറുങ്ങുന്ന വേദന. എങ്ങനെയൊക്കെയോ അവൾ കുളിച്ചിറങ്ങി. പൂജാമുറിയിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേഗം തന്നെ അടുക്കളയിലെത്തി. എല്ലാം റെഡിയാക്കിയെടുക്കുമ്പോഴേക്കും സമയം 9 ആയിരുന്നു. അവൾ വേഗം ഒരു പ്ലേറ്റ് എടുത്ത് 2 ഇഡ്ഡലിയും അതിൽ കുറച്ച് സാമ്പാറും ഒഴിച്ചു. വേഗം കഴിച്ചു തീർത്ത് പാത്രം കഴുകുമ്പോഴാണ് ഗീതുവിൻ്റെ ശബ്ദം കേട്ടത്. "ദാ ഏട്ടത്തി, അച്ഛൻ വിളിക്കണോ?" ഗീതു വിളിച്ചു പറയുമ്പോൾ പല്ലവി നെടുവീർപ്പോടെ തിരിഞ്ഞു നോക്കി. ഓടിക്കിതച്ച് അച്ഛൻ്റെ മുന്നിൽ വന്നു നിന്നു. "നീ വേഗം റെഡിയായി വാ, 10 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം." കൃഷ്ണൻ പറഞ്ഞപ്പോൾ പല്ലവി ധൃതിയിൽ മുറിയിലേക്ക് നടന്നു. അവൾ മഹിയെ നോക്കി. ബാത്റൂമിലാണ്. അവൾക്ക് എന്തോ അവനോട് സംസാരിക്കാനേ തോന്നിയില്ല. അലമാര തുറന്ന് അവൾ ആകെയൊന്ന് നോക്കി. ഏത് ചുരിദാറിടും? അവൾ എല്ലാം ഒന്ന് വിരലോടിച്ചു. പിന്നെ ഇളം നീല നിറത്തിലുള്ള ഒരു ചുരിദാറെടുത്ത് ധരിച്ചു. അവൾ സിമ്പിളായി ഒരുങ്ങി. ഷാൾ എടുത്തിട്ടുകൊണ്ട് കണ്ണാടിക്ക് മുന്നിലെത്തി.
പിന്നെ വാച്ചെടുത്തു കെട്ടി. ബാഗുമെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മഹി പുറത്തേക്ക് വന്നത്. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പല്ലവി മിണ്ടിയില്ല. അവനെ ശ്രദ്ധിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. നീ പഠിച്ച് ജോലിക്ക് പോകാമെന്ന നിന്റെ മോഹം നടക്കുമെന്ന് കരുതണ്ട, അവൻ പറഞ്ഞപ്പോൾ അവൾ തറഞ്ഞു നിന്നുപോയി. അവൾ അവനെ ശ്രദ്ധിക്കാതെ പുറത്തു കടന്നു. മാധവി ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അവൾ മാധവിയുടെ അടുത്തെത്തി. ഞാൻ പോയിട്ട് വരാം അമ്മേ, അവൾ പറഞ്ഞു. മാധവി അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. നീ വന്നേ മോളെ, നമുക്കിറങ്ങാം, കൃഷ്ണൻ പറഞ്ഞതോടെ അയാളുടെ കൂടെ അവളും ഇറങ്ങി. അപ്പോഴാണ് ഗേറ്റ് കടന്നൊരു കാർ അകത്തേക്ക് വന്നത്. ആരാവും ഈ സമയത്ത്, അവൾ മനസ്സിൽ കരുതി. കാറിൻ്റെ ഡോർ തുറന്ന് പ്രായമായ ഒരു സ്ത്രീ ഇറങ്ങി. ഒപ്പം സുന്ദരിയായ ഒരു യുവതിയും. പല്ലവിക്ക് അതാരാണെന്ന് മനസ്സിലായില്ല. എന്നാൽ സിറ്റൗട്ടിൽ നിൽക്കുന്ന മാധവിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി പല്ലവി ശ്രദ്ധിച്ചു. ആഹാ, ഗൗരിമോളോ? മാധവി ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ആ പേര് പലയാവർത്തി താൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പല്ലവി ഓർത്തു. എന്നാലും ആരായിരിക്കും അത്? അവൾ ചിന്തിച്ചുകൊണ്ട് ഒരേ നിൽപ്പ് നിന്നു. മാധവി ഓടിവന്ന് ആ സുന്ദരിയുടെ കരം ഗ്രഹിച്ചു. അമ്മായി എന്നെ മറന്നൂന്നാ ഞാൻ കരുതിയേ. നിന്നെ അങ്ങനെ മറക്കുമോ? എന്നാലും ചില കാര്യങ്ങളിൽ എന്നെ മറന്നുപോയല്ലോ, അവൾ സങ്കടം പറഞ്ഞപ്പോൾ എന്തോ ചിന്തിച്ചുകൊണ്ട് മാധവി പല്ലവിയെ നോക്കി. പല്ലവിയെ ശ്രദ്ധിക്കാതെ ഗൗരി നടന്ന് കൃഷ്ണനരികിലെത്തി. എവിടെ പോകാൻ നിൽക്കുക മാമ? അവൾ ചിരിയോടെ ചോദിച്ചു. ഒരിടം വരെ പോകാനിറങ്ങിയതാ, കൂടുതലൊന്നും സംസാരിക്കാതെ കൃഷ്ണൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോയി വാ, ഞാൻ ഇവിടെ തന്നെയുണ്ടാകും, അവൾ പല്ലവിയെ നോക്കി. നല്ല ഭംഗിയുള്ള നാടൻ പെൺകുട്ടി, മഹിയേട്ടന് നന്നായി ചേരും. അവൾ പല്ലവിയെ ആകെയൊന്ന് വിലയിരുത്തി. ഗൗരി പല്ലവിയെ തന്നെ നോക്കി നിന്നപ്പോൾ പല്ലവി അവളെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. വാ മോളെ, നമുക്കിറങ്ങാം, അയാൾ പല്ലവിയെ നോക്കി പറഞ്ഞപ്പോൾ അവൾ അയാൾക്കൊപ്പം ഗേറ്റിന് പുറത്തേക്ക് നടന്നു. അവർ പോകുന്നതും നോക്കി മാധവി ഇരുണ്ട മുഖമായി നിന്നു. നിങ്ങൾ അകത്തേക്ക് വാ, മാധവി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ബാഗുമെടുത്ത് ലളിതയും ഗൗരിയും അകത്തേക്ക് കയറി. ഗൗരി ഒരു നിമിഷം നിന്നു. മഹിയേട്ടൻ്റെ പെണ്ണായി വലതുകാൽ വെച്ച് താൻ കയറി വരേണ്ട വീടായിരുന്നു ഇത്. അവൾ അതോർത്തുകൊണ്ട് അല്പനേരം നിന്നു. അവളുടെ മുഖത്തിൻ്റെ ഭാവം മാറി. അവിടെ ഒരുപാട് കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടി. അടുത്ത എപ്പിസോഡുമായി വേഗം കാണാട്ടോ.